ആദ്യമേ കുളമായി. So hello guys, welcome back. In this video we are going to react. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആലോചിച്ചിരുന്ന ഇത് ഇപ്പൊ വയ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെയധികം വൃത്തികെട്ടതും വിചിത്രമായ ഇൻസ്റ്റാഗ്രാം റീൽസുകളാണ് നോക്കാൻ പോകുന്നത്. കണ്ടില്ലേ സത്യം പറഞ്ഞ റീൽസ് വരുന്ന വീഡിയോസ് എല്ലാം വിചിത്രമായതാ. പക്ഷെ ഇത് ഇച്ചിരി കൂടെ വിചിത്രമാ. പിന്നെ പൈപ്പൊക്കെ തുറക്കാൻ നേരം ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ആണെങ്കിലും ഇടയ്ക്ക് പായലൊക്കെ ചീറ്റി പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ആ ഷേപ്പ് ഇരി കടുപ്പമല്ലയോ? ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും കുഴലിനകത്തോട്ട് അളന്ന് മുറിച്ച് ഉന്നം വെച്ച് അപ്പിയിട്ട് കാണും. ഉന്നം വെച്ച് അപ്പിയിടുന്ന കാര്യം പറഞ്ഞതേ ഉള്ളു. വേണ്ട, ഈ തോക്കിന്ന് വിട്ട് കഴിഞ്ഞാൽ പോത്തില്ലല്ലോ അത്രയൊന്നും. ഇത് അവിടുത്തെ മത്സരമാണോ? ഓരോ കഠിനമായ ലെവലുകൾ വെച്ച് തരംതിരിച്ചിട്ടുണ്ടല്ലോ. ഈസി, മീഡിയം. ഈസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലുള്ളവര് രാവിലെ അങ്ങോട്ട് ചെന്നിരുന്ന് ഡാം തുറന്നു വിടുന്ന പോലെ വിടും. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? ക്ഷമിക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്ന ഉത്തമനായ യൂട്യൂബർ അല്ല ഞാൻ. ഓക്കെ, ഇത്രയെങ്കിലും വലിയൊരു കിടുത്തം കൊടുക്കായിരുന്നു. ആർട്ടെന്നൊക്കെ പറഞ്ഞ കുഞ്ഞുമോനെ അത് പാസ്സായി കഴിഞ്ഞാൽ മോക്ഷം കിട്ടിയെന്ന അർത്ഥം. ഇങ്ങനൊക്കെ ഉള്ളതിനകത്ത് ആരേലും കയറി അപ്പീടായിരുന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ജീവനൂടെ പോകും. ക്ഷമിക്കണം, ഇനി ഇങ്ങനൊന്നുമില്ല. ഞാൻ തികഞ്ഞ ഉത്തമനായ വഴികാട്ടിയായ ഒരു യൂട്യൂബർ ആവാൻ ശ്രമിക്കാം. സോറി, ഞാൻ തികഞ്ഞ ഉത്തമനായ വഴികാട്ടിയായ ഒരു മാതൃകാ യൂട്യൂബർ ആവാൻ ശ്രമിക്കാം. മകനെ, എന്തിനാണ് നീ മലമൂത്ര വിസർജനം നടത്താൻ ഉപയോഗിക്കുന്ന യന്ത്രത്തിന്റെ തെളിനീർ നുകരുന്നത്? പറയൂ. അവനത് ഞെക്കി എന്തോ ആക്കി. അത് കൊള്ളാവില്ല. കപ്പിനകത്തെ വെള്ളം വെച്ച് ഞെക്കി ഇങ്ങനെയാവുമോ? പക്ഷെ നിനക്ക് കക്കൂസിലെ വെള്ളം തന്നെ വെച്ച് ഞെക്കണമായിരുന്നോടോ മരമാക്കി. എന്നിട്ട് അവനത് കുടിക്കുകയും ചെയ്തു. പിന്നെ ഒറിജിനൽ ആവാനും ചാൻസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഹലോ ബ്രോ. ആളിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഫോണിൽ ഓൺലൈൻ വഴി ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്തടാ. എന്റെ കയ്യിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു, പക്ഷെ അവർക്ക് കിട്ടിയില്ല. അതാണ് സംഭവം. അത് സംഭവം എന്തോന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നീ ഉപയോഗിക്കുന്ന പേയ്മെന്റ് മെത്തേഡ് ഒട്ടും ഫാസ്റ്റ് അല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. അങ്ങനെ പറ്റുന്ന പേടിഎം ഉപയോഗിക്കും. ഫാസ്റ്റ് ആണ്, സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവം നീ പോയി മൊബൈൽ നമ്പറിൽ പൈസ അയക്കുന്നുണ്ടെങ്കിൽ എന്റെ ബാങ്കിൽ അയാളുടെ ബാങ്കിലോട്ട് ഡയറക്റ്റ് പൈസ ട്രാൻസ്ഫർ ആവും. അത് മാത്രമല്ല, നീ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇടയിൽ ക്യാഷ് ബാക്ക് കിട്ടും. വീടിന്റെ റെന്റ് വരെ വേണം നിങ്ങൾക്ക് നടക്കാൻ പറ്റും. വാലറ്റിലൂടെ മാത്രമല്ല അക്കൗണ്ട് ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. നിനക്ക് വേണം അയച്ച പൈസ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പേടിഎം ലിങ്ക് അയച്ചു തരുമോ? നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. അല്ല, ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോക്കകത്തുണ്ട്. നിങ്ങൾക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. പേടിഎം ഡൗൺലോഡ് ചെയ്ത് അപ് ടു 100 rupees നിന്റെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ തന്നെ കിട്ടും. ഇപ്പൊ തന്നെ ഞാൻ പോയി ഡൗൺലോഡ് ചെയ്തേക്കാം. ടേസ്റ്റിംഗ് ഫ്രൂട്ട്സ് യു ഡോണ്ട് നോ പാർട്ട് 3. ജാക്ക് ഫ്രൂട്ട് കേരളത്തിലോട്ട് വാടാ. അവൻ ചക്ക ഞങ്ങള് കണ്ടിട്ടില്ലെന്നോ? ചക്ക കൊണ്ട് ഞങ്ങൾ അമ്മാനെ പാടും. ചക്കക്കറ ഉണ്ട്. അത് ചക്ക തന്നെയാണോ? കറയൊന്നും അവന് ചോദിക്കുന്നില്ലയോ? ബേബി ബനാന. ഇവനിപ്പോ എന്തുവാ ചെയ്തേ? എടാ, പഴം ഉരിയാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, പഴം ഉരിയാൻ പറ്റും. ഒരു കുരങ്ങിന് വരെ കണ്ടാ മനസ്സിലാവും പഴം ഉരിഞ്ഞ് തിന്നണ്ടാണ്. റീൽസ് മനുഷ്യർ വികസിക്കുന്നുണ്ട്, പക്ഷെ പുറകിലോട്ടാന്നേ ഉള്ളു. പ്യൂഡിഫൈയുടെ ഡയലോഗ് കോപ്പി അടിക്കാൻ നാണമുണ്ടോ? ഇല്ല. ബേബി പൈനാപ്പിളോ? ഓക്കെ, ഇനി അവൻ പൈനാപ്പിൾ എങ്ങനെയാ തിന്നാൻ പോകുന്നത്? ആ പഴത്തിനോട് അവൻ ചെയ്ത ക്രൂരത ഞാൻ ഇതുവരെ മറന്നിട്ടില്ല.